കോഴിക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത് ആതുരാലയ ജീവിതത്തിൻ്റെ അനുഭവരേഖയാണ്. അപ്പോൾ ഇതിൽ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് അനുഭവങ്ങളുടെ ഉൾക്കരുത്തിൽ നിന്നാണ് രചനയുടെ പിറവി. അപ്പോൾ എന്താണ് ഇത്തരമൊരു ബുക്കിലേക്ക് എത്തുന്ന ഒരു പ്രധാനപ്പെട്ട, നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ടാകും, പക്ഷെ ഒരു ട്രിഗർ ഉണ്ടാകും ഇതാണ് എന്നുള്ളത്, അതെന്തായിരുന്നു? അത് ഞാനിപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നതിന് മുമ്പേ ഞാനൊരു രോഗിയുടെ അതിൽ ബൈസ്റ്റാൻഡറുടെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ട്. അനിയത്തിക്ക് രോഗമുണ്ടായിരുന്നു, കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് ജന്നി വരികയും. അപ്പോൾ നമ്മൾ അച്ഛനമ്മ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്നതായിട്ട് പോലും ആശുപത്രികളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. പിന്നെ എനിക്കൊരു 10 വയസ്സ് മറ്റുള്ളപ്പോൾ അച്ഛൻ മരിച്ചു പോകേണ്ട രീതിയിൽ അസുഖമായിട്ട് കിടന്നിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഞാനൊരു 10-12 വയസ്സുള്ള കുട്ടിയായിട്ട് അച്ഛനെ കാണാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു പൂർണ്ണമായിട്ടൊരു സംതൃപ്തി വരാത്തൊരവസരമുണ്ട്. എന്ന് പറഞ്ഞാൽ ആശുപത്രിയിലെ സംവിധാനങ്ങളുടെ കുറവാണ്, ആരുടെയും കുറ്റമല്ല. അപ്പോൾ ചിലപ്പോൾ ചിലരുടെ പെരുമാറ്റത്തിൽ നമുക്ക് വിഷമം തോന്നും. പിന്നെ നമ്മൾ ഏറ്റവും അസ്വസ്ഥമായൊരു അന്തരീക്ഷത്തിലാണ് ആശുപത്രിയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കെയർ ആഗ്രഹിക്കും, പക്ഷെ പലപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. അപ്പോൾ ആശുപത്രികളോട് പുറത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമുക്ക് ദേഷ്യം തോന്നും. പക്ഷേ മെഡിക്കൽ കോളേജ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് അവിടുത്തെ സമ്മർദ്ദങ്ങൾ ഭയങ്കര. പിന്നെ എപ്പോഴും വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡോക്ടർ രോഗി എന്ന് പറഞ്ഞിട്ട് രണ്ട് ദ്വയമായിട്ടുള്ള ചർച്ചകൾ, ഡോക്ടർ രോഗി ബന്ധം വഷളാകുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വിഷയം അങ്ങനെ പറയുന്നതോട് പോലും എതിർപ്പാണ്. അപ്പോൾ ഞാൻ രോഗികളുണ്ടായിരുന്ന വീട്ടിൽ നിന്നാണ് വന്ന് ഡോക്ടറായത്. അപ്പോൾ രോഗി തന്നെയാണ് ഡോക്ടറാകുന്ന രോഗികളുടെ വീട്ടിൽ നിന്ന് എനിക്ക് ആശുപത്രിയിൽ ഞാൻ കിടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ രോഗികളാകാറുണ്ട്, ഡോക്ടറിനെ സംബന്ധ രോഗി തന്നെയാണ്. അപ്പോൾ ഇത് സമൂഹത്തിൽ ഇങ്ങനെ ഡിവൈഡ് പാടില്ല. ഈ ബുക്ക് ലക്ഷ്യം വയ്ക്കുന്ന അതാണ്. രണ്ട് വിഭാഗത്തിൻ്റെയും പ്രശ്നങ്ങൾ കഥകളുടെ ഭാഗമായിട്ട് വരുന്നു. ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ലേഖനങ്ങളല്ല, പക്ഷെ യഥാർത്ഥ മനുഷ്യരാണ്. ഡോക്ടർമാരെ ഏറ്റവും മോശം ഡോക്ടർ എന്ന് വിചാരിക്കുന്ന ആൾ പക്ഷേ ഒരുപാട് ഹൃദയാലുവായ ഡോക്ടറായിരിക്കും. രോഗി വഴക്കിടുന്നതെന്ന് വിചാരിക്കുന്നതിന് അവൻ്റെ ഏറ്റവും നിവൃത്തികെട്ട ഘട്ടത്തിലാണ് അവൻ വഴക്കിടുന്നത്. അപ്പോൾ ഈ പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ആശുപത്രിയിൽ സംഘർഷം ഉണ്ടാവില്ല. അപൂർവമായിട്ട് ചില ക്രിമിനൽ വാസനയുള്ളവരാരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ. അപ്പോൾ അതാണ് ഇതിനകത്ത് കഥയുടെ ഒരു അന്തസ്സത്ത. അതാണ് ഏതെങ്കിലും രോഗിയോ അല്ലെങ്കിൽ കണ്ട കാഴ്ചയോ കൃത്യമായി പറയുന്നുണ്ടോ, ഞാൻ ഇന്ന രോഗിയെ കണ്ടു, അങ്ങനെ പറയുന്നുണ്ടോ? അപ്പോൾ രോഗിയുടെ പേര് വരുന്നില്ല. ഞാനിതിനകത്ത് നായക സ്ഥാനത്ത് നായകനില്ല, നായികയാണ് ഇതിനകത്തുള്ളത്. നായികയാണെന്നുള്ള അവസാനമാണ് വരുന്നത്. ഒരു ക്യാൻസർ രോഗിയുടെ ബൈസ്റ്റാൻഡറായി വരുന്ന ഒരു സ്ത്രീ. അവർ ദരിദ്രരാണ്, പഴയകാല കമ്മ്യൂണിസ്റ്റോ ഒക്കെ തീവ്രവാദമൊക്കെ ഉണ്ടായിരുന്നവർ. എല്ലാം ഉപേക്ഷിക്കും. ഭർത്താവ് കള്ളുകുടിയനായും വന്നിട്ട് ഒരു നിരാലംബയായ സ്ത്രീ, നിവൃത്തിയില്ലാത്തൊരു സ്ത്രീയുടെ അവസ്ഥയാണ്. അവർ അതിസുന്ദരിയുമാണ്. ഒരു അതിസുന്ദരിയായ ഒരു ചെറുപ്പക്കാരി ആശുപത്രി, അത് പുരുഷന്മാരുടെ വാർഡിൽ ബൈസ്റ്റാൻഡറായിട്ട് വരികയാണ്. അപ്പോൾ അവർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകളും അവരിടയ്ക്ക് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടാത്ത ചാരിത്രം എന്തിനാണ് നിങ്ങൾ സംരക്ഷിക്കാൻ നോക്കുന്നത്. അവരോട് പുരുഷൻ മിണ്ടിയാൽ അവിടെ പലർക്കും അസ്വസ്ഥ വരും. വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങത്തരം സംഭവങ്ങളും തെളിച്ച് പറയുകയാണെങ്കിൽ ഈ പിമ്പുമാർ ഒരു ആശുപത്രിക്കകത്തുണ്ട്. ഈ പൈസ ആവശ്യമുള്ള മനുഷ്യരുണ്ട്, കടം കൊടുക്കുന്നവരുണ്ട്, സ്ത്രീകളെ ബുദ്ധിമുട്ടിലാക്കുന്നവരുണ്ട്. ഇതെല്ലാം ഇപ്പോൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ആശുപത്രി വരുന്നു. മന്ത്രിയുണ്ട് ആശുപത്രിയിൽ, വളരെ ദരിദ്രനുമുണ്ട്. ഞാൻ ഈ നോവലിൽ എഴുതുന്ന സംഭവം ഞാൻ 89 അനുഭവിച്ചാണ്. ഞങ്ങൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഡോക്ടറും രോഗിയും, ഹാർട്ട് അറ്റാക്ക് വന്ന രോഗിയും സാറും ഞാനും ഹൗസിൽ എല്ലാം കൂടി കുടുങ്ങിപ്പോയിട്ട് അതിന് ഫയർഫോഴ്സൊക്കെ വന്നാൽ ഭാഗ്യത്തിന് ആ രോഗി അതിനകത്ത് കിടന്ന് മരിച്ചില്ല. ഈയിടെയും രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയില്ല. അതുപോലെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിയത്, ഈ ഹൗസ് സർജന്മാർ, പിന്നെ അധ്യാപകർ, അവരുടെ മുകളിലേക്ക് ഓരോ സെക്ഷനിലേക്കുള്ള അധ്യാപകർ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹൗസ് സർജൻ എന്നും ഹൗസ് സർജനാണ്, അവന് ട്രീറ്റ് ചെയ്യപ്പെടുന്നത് അങ്ങനെയാണ്. അതിൽ വലിയ മാറ്റമൊന്നും ഇപ്പോഴും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 24 മണിക്കൂർ 48 മണിക്കൂറൊക്കെ തുടർച്ചയായി ജോലിയെടുക്കുന്ന ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അന്നും ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയതാണോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്? അത് ഒരു ഹൗസ് സർജനായിട്ട് ഞാനിതിനകത്ത് ഒരു പ്രാക്ടീവ് റോൾ എടുക്കുന്നില്ല. ഞാനത് കാഴ്ചകളാണല്ലോ ഒരു ഹൗസ് സർജൻ എന്നുള്ളതിലേക്ക്. അപ്പോൾ ഇത് സിനിമയാക്കാമെന്ന് മെഡിമിക്സിൻ്റെ അനൂപ്, എൻ്റെ ക്ലാസ്മേറ്റാണ്, അനൂപ് പറഞ്ഞു. ഇന്നലെ ആര്യാടൻ ഷൗക്കത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് സിനിമയാക്കണമെങ്കിൽ നായകന് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാനൊരു നിരീക്ഷകൻ എന്നുള്ള അത് തെറ്റാണ്. കാരണം ഇപ്പൊ നായിക പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ അപ്പോൾ നായിക പ്രാധാന്യത്തോട് ചെയ്യണം. പക്ഷെ കമേഴ്സ്യൽ വാല്യൂ വരുമ്പോഴത്തേക്ക് അവർ എന്നോട് അത് മാറ്റിമറിക്കണം. അതുകൊണ്ടാണ് ഇതിനകത്ത് എന്നെ പൊലിപ്പിക്കാമായിരുന്നു. എൻ്റെ യാഥാർത്ഥ്യങ്ങൾ പോലും ഞാനൊരു സൈലന്റ് ഒബ്സർവറായിട്ട് അങ്ങനെ ഒരു സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. ഈ നോവലിന് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു നായിക കഥാപാത്രമായിട്ട് വരുന്ന സ്ത്രീകളുടെ നിവൃത്തികേടുകൾ ഞാൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ സ്ത്രീയെപ്പറ്റി പറയുന്നത് അവർ വന്ന ദിവസം തൊട്ട് അവസാനത്തെ ദിവസം വരെ അവരിയ്ക്കുന്ന കണ്ടിട്ടില്ല, നിൽക്കുക, കട്ടിൻ്റെ അറ്റത്ത് നിൽക്കുക. ഞാൻ പറഞ്ഞു സ്ത്രീകൾക്കേ പറ്റുള്ളൂ. പുരുഷന്മാർ
അവിടെ എന്തോ ഓടി നടന്ന് ഇപ്പോൾ എല്ലാം പരിഹരിക്കുന്ന പോലെ ഓടി നടന്ന് മാറി നിന്ന് ബീഡിയും സിഗരറ്റൊക്കെ വലിച്ച് ചായക്കടയിൽ പോയിരിക്കും. സ്ത്രീകൾ ആശുപത്രി പെട്ടുപോയാൽ രോഗിക്കൊപ്പം സ്ത്രീകളാണ് പെട്ടുപോകുന്നത്. അപ്പോൾ അത് ഒരു അധ്യാപകൻ്റെ കാര്യം പറയുന്നുണ്ട് അല്ലേ, ഒരു അപകടത്തിൽപ്പെട്ട് വന്ന എൻ്റെ ഒരു സ്കൂളിൽ പഠിപ്പിച്ചൊരു സാറ് അപകടത്തിൽപ്പെട്ട് വരുമ്പോഴത്തേക്ക് കാഷ്വാലിറ്റി തിരക്കാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൂടെ കയറ്റാൻ നിവൃത്തിയില്ല. അവസാനം അദ്ദേഹത്തിനെ കയറ്റുമ്പോൾ കൂടെ ഉള്ള ചെറുമകനാണ്, അത് കുഞ്ഞ് അതിൻ്റെ അകത്ത് കയറും. ആശുപത്രിയിൽ കുട്ടിയെ കയറ്റാൻ നിയമമില്ല. അത് വലിയ സംഘർഷം ഉണ്ടാക്കണം. അവസാനം സാറ് ഇറങ്ങിപ്പോവുകയാണ്. എന്നാൽ എനിക്ക് വേണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ശരിയായിക്കോളാം. അപ്പോൾ ആശുപത്രി നിയമങ്ങൾ പലപ്പോഴും കണ്ണും കാതൊന്നും കാണില്ല. 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടിയെ കൂടെ അകത്ത് നിർത്തിയാൽ ലോകം ഇടിഞ്ഞ് വീഴും. പക്ഷേ നിയമം പറയുന്നത് കാഷ്വാലിറ്റിക്കകത്ത് ബൈസ്റ്റാൻഡർ ഒക്കെ ഇങ്ങനത്തെ ഒരുപാട് ഇപ്പോഴും പലപ്പോഴും ഫ്രണ്ട്ലി അല്ല. അത് മാറേണ്ടതുണ്ട്, കുറേ മാറുന്നുണ്ട്. ഈ മാറാത്തതുകൊണ്ടാണ് ഈ സംഘർഷങ്ങൾ വരുന്നത്. പലപ്പോഴും ഈ ചികിത്സയുടെ പിഴവ് കൊണ്ടായിരിക്കില്ല, കൂടെ വന്നവരുള്ള പെരുമാറ്റം അല്ലെങ്കിൽ രോഗികളുടെ പെരുമാറ്റമാണ് സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നത്. പലപ്പോഴും ഈ വൈറ്റ് കോട്ടിൽ നിന്ന് ഇപ്പോൾ മറ്റൊരു വൈറ്റ് കോട്ട് ധരിച്ചിട്ടുണ്ട്. പക്ഷേ ഷാർജയിൽ നിന്ന് വരുമ്പോൾ ചിലപ്പോൾ ആ വേഷം കാണാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ഖദറാണ്, വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. കൂടുതലും സാമൂഹ്യ പ്രവർത്തനത്തിനൊക്കെ ഇറങ്ങുമ്പോൾ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. ഞാനിപ്പോൾ താങ്കളുടെ ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഞാൻ കണ്ടതുമാണ്. പിന്നെ താങ്കൾ പല പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും സ്വാഭാവികമായും ഈ പറഞ്ഞ വേഷത്തിലാണ്. അപ്പോൾ ആ വൈറ്റ് കോട്ടിൽ കണ്ട അനുഭവങ്ങൾ ഒരു കഥയായി ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. എൻ്റെ ഇലക്ഷൻ അനുഭവങ്ങൾ വലിയ അനുഭവങ്ങളായിരുന്നു. കാരണം ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ഈ ഫീൽഡിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരുപാട് ഇറങ്ങി പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ വളരെ വളരെ അതിശയിപ്പിക്കുന്നതായിരുന്നു. സന്തോഷവും ഉണ്ടാക്കുന്നു, അതുപോലെ സങ്കടം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. സന്തോഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരുടെ സ്നേഹം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കണ്ടിട്ട് പോലില്ലാത്ത ആൾക്കാർ രാഷ്ട്രീയത്തിൻ്റെ പേര്, ഞാൻ ഡോക്ടറെ കോൺഗ്രസ്സുകാരനാണ്, ആണും പെണ്ണും കുട്ടികളും ചെറുപ്പക്കാരൊക്കെ പറയുന്നതിൻ്റെ സന്തോഷമുണ്ട്. അല്ലെങ്കിൽ ഡോക്ടറെ പറ്റി കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷമാണ്. വിഷമം എന്ന് പറയുന്നത് നമുക്ക് 2 അനുഭവങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു. ഒരിക്കൽ ഒരു സ്ഥലത്ത് വീട്ടിൽ ഊട്ടി വെച്ച് ചെന്നപ്പോൾ ഒരു 10-60 വയസ്സുള്ള ഒരാൾ കിടപ്പ് രോഗിയാണ്. തെങ്ങുന്ന് വീണ് നടുപിടിഞ്ഞ് കിടക്കുകയാണ്. ഭാര്യയാണ് കൂടെയുള്ളത്, മക്കളൊന്നുമില്ല. ഇയാളെ 3 പ്രാവശ്യം ഇവർ മലമൂത്ര വിസർജനം ഇവർ തനി എടുത്തുകൊണ്ട് പോകണം. ആദ്യത്തെ 5-6 ദിവസം നാട്ടുകാരെ സഹായിക്കും. പെൻഷൻ മാത്രമാണ്, അത് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് പൈസ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അറിയാതെ പോക്കറ്റ് ഇടാൻ പറയുമ്പോൾ ഡോക്ടറെ നിയമലംഘനമാവും ഇലക്ഷൻ. അപ്പോൾ അത് വേദനയോട് എനിക്ക് അവർക്ക് പൈസ, നമ്മുടെ ഒരുപാട് പൈസ ഉള്ളത് കൊണ്ടല്ല, പക്ഷേ നമ്മൾ പലപ്പോഴും ആളെ സഹായിക്കില്ല. അപ്പോൾ എനിക്ക് സഹായിക്കണമെന്നൊന്നും പറ്റിയില്ല. ഇതുപോലെ തന്നെ കടപ്പുറത്ത് ചെന്നപ്പോൾ ഒരു വീട്ടിൽ ഒരു കുടിലൊരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കും. 10-75 വയസ്സ്. എൻ്റെ അമ്മയുടെ പ്രായം അവിടെ ഏതാണ്ടുണ്ട്. ഒറ്റയ്ക്ക് അവർ താമസിക്കുന്നത്. അവർ ഒരു വരുമാനവുമില്ല, മക്കളൊന്നുമില്ല. ഇതേ പ്രശ്നമാണ്. എനിക്കെന്തെങ്കിലും സാമ്പത്തികമായിട്ട് എങ്ങനെ സഹായിക്കണമെന്ന്, പക്ഷേ ഇലക്ഷനായിട്ട് സഹായിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ചോരുന്ന കുടിലാണ്. ഞാൻ ഇതിനകത്ത് എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അത് ചോരുന്ന ഭാഗത്തൊരു പാത്രം വെച്ചിട്ട് മാറിക്കിടക്കും. ഒരു നമ്മുടെയൊക്കെ പല വീടുകളിലും ടോയ്ലറ്റ് അവർ വീടിനേക്കാൾ വലുതാണ്. ഇത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് ഈ സ്ത്രീകൾക്ക് അവർ സ്റ്റക്കാണ്. ഭർത്താവ് നടുവൊടിഞ്ഞ് കിടന്നാൽ അവർ വേറെ ആരോട് പറയും, അവർ തന്നെ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകൾ. അപ്പോൾ ഇതൊക്കെ ഒരുപാട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ചിലവാക്കുന്ന പണം, അത് ഞാൻ വളരെ കുറച്ചാണ് ചിലവാക്കിയത്. എന്നിട്ട് എനിക്ക് സാമ്പത്തിക ബാധ്യത ഉണ്ടായി. എൻ്റെ 10 ഇരട്ടിയോ മറ്റോ ആണ് എതിർ സ്ഥാനാർത്ഥി ചിലവാക്കിയെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം എൻ്റെ ഒരു പോസ്റ്ററുകളെടുത്ത് എതിർ സ്ഥാനാർത്ഥികളുടെ 100 പോസ്റ്ററൊക്കെ. ഞാൻ മരത്തെപ്പറ്റി വരെ ആലോചിച്ചായിരുന്നു. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ പലരും ചോദിക്കും ഡോക്ടറിന് പ്രചരണം കുറവാണെന്ന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും പണം ചിലവാക്കാൻ പാടില്ലെന്ന് വിശ്വസിക്കും. അപ്പോൾ ഇത്രയും പണം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ചിലവാക്കുന്നത് എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ജനാധിപത്യ പ്രോസസ്സ് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ഇലക്ഷന് പരാജയപ്പെടുമ്പോഴും ഞാൻ പറഞ്ഞു, ജനാധിപത്യ ഒരു പ്രോസസ്സ് ജയിക്കുകയാണ്. ഇപ്പോൾ വേറെ പല രാജ്യത്തും നമുക്കിപ്പോൾ സ്വതന്ത്രമായ പല രാജ്യത്തും ഇലക്ഷനേ ഇല്ല. അപ്പോൾ ഇത് ബുക്കായിട്ട് വരും. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് അനുഭവങ്ങൾ അതൊരു വളരെ അടുത്ത് തന്നെ അത് ബുക്കായിട്ട് വരികയും ചെയ്യും. ആരും വിഷമിപ്പിക്കാനും വേദനിപ്പിക്കാനൊന്നുമല്ല, പക്ഷേ ഒരാളുടെ അനുഭവങ്ങൾ എഴുതുമ്പോൾ ചില വേദനയൊക്കെ തോന്നി വരും. അപ്പോൾ അടുത്ത ഷാർജ രാജ്യാന്തര പുസ്തകോത്സവത്തിൽ ആ ഒരു പുസ്തകത്തിൻ്റെ ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കൂടുതൽ അനുഭവങ്ങളും നല്ല അനുഭവങ്ങളും പുതിയ വായനക്കാർക്ക്. വൈറ്റ് പറ്റി ചോദിച്ചോണ്ട് ഞാൻ ഫുൾ ടൈം വെള്ള വേഷം ധരിക്കുന്ന ആളല്ല. ഞാൻ മറ്റു കളറൊക്കെ അല്ല, ഞാൻ പറഞ്ഞത് ആ പുതിയൊരു രൂപമാറ്റം കൂടി വന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് പക്ഷെ വെള്ള ഇടുമ്പോൾ ഒരു സുഖമുണ്ട്. ഈ ഖദർ തന്നെ ഇടുക എന്നുള്ളതിൻ്റെ അല്ല, വെള്ള ഇടുമ്പോഴത്തേക്ക് നമുക്കൊരു പിന്നെ ഒരു യൂണിഫോമിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്, ഈ ചിലപ്പോൾ കൂട്ടത്തിൽ തിരിച്ചറിയാനായിട്ടും. അപ്പോൾ എന്തായാലും പുതിയ കാഴ്ചകളും പുതിയ അനുഭവങ്ങളും അത് പുതിയ ലോകത്തിന് മുന്നിൽ തുറന്നുകൊടുത്ത് അവരെ കൂടി പ്രചോദിപ്പിക്കാനാകട്ടെ. അത്തരത്തിൽ എഴുത്തുകൾ വരട്ടെ. ആശംസകൾ. NTV UAE to the world.